നമസ്കാരം സർ. രാഹുൽ ഗാന്ധിക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല പാർലമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ലോക്സഭയിൽ നിന്നോ ഒക്കെ വടിയെടുക്കുന്നത്. നമ്മൾ പലതരത്തിൽ ട്രോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇരുന്നുറങ്ങുന്ന ഒക്കെ. കോൺഗ്രസിന്റെ ഒരു ഒരു ഭാവി പ്രതീക്ഷയാണ് ഇങ്ങനെ ഇപ്പോ ലോക്സഭയിൽ നിന്ന് ഇതാ രാഹുൽ ഗാന്ധിക്ക് ഒരു താക്കീത് കിട്ടിയിരിക്കുന്നു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മര്യാദയ്ക്ക് ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യാം? അപ്പൊ ഇന്നലെ ഓം ബിർള വളരെ കർക്കശമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാഹുൽ മര്യാദ പാലിക്കണം. ലോകസഭ അല്ലെങ്കിൽ ലോകസഭയ്ക്കകത്ത് ഒരു അംഗം, പ്രത്യേകിച്ച് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അപ്പൊ ഒരു അംഗം പാലിക്കേണ്ടതിന് അപ്പുറം അതിന്റെ മാന്യതയിൽ, സഭയുടെ മാന്യതയിൽ ലോകസഭയിൽ പെരുമാറുന്നതിന് വേണ്ടി തയ്യാറാവണം രാഹുൽ ഗാന്ധി. കൂടാതെ അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ കൂടുതൽ അംഗങ്ങളുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ അച്ഛനും അല്ലെങ്കിൽ മുത്തച്ഛിയും മുത്തച്ഛിയുടെ അച്ഛനും ഒക്കെ ഈ ലോകസഭയിൽ അംഗമായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അപ്പം അതിന്റെ ഒരു പക്വതയെങ്കിലും കാണിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറാവണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് പലവട്ടം ഇദ്ദേഹത്തിന്റെ പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രീതികൾ, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ വെളിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. കാരണം ഇദ്ദേഹം ലോകസഭയിൽ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിനകത്തും ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആര് ഡയറക്റ്റ് ചെയ്യുന്നു, എന്തായാലും ഇവർക്കൊക്കെ ഇവരുടെ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നതിനും ഇന്ന രീതിയിൽ പോകണമെന്ന് പറയുന്നതിനും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് കൃത്യത വരുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള PR ഗ്രൂപ്പും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും, നിയമിച്ചിട്ടുണ്ടാവും. ഏതായാലും ഈ മനുഷ്യനെ സ്വന്തം തീരുമാനം മാത്രം എടുത്ത് പോകുന്നതാണെങ്കിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ പറയത്തില്ലേ, കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടിചോറ് വാരിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനെ വളരെ കൃത്യമായിട്ട് ആരോ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആരോ ഇദ്ദേഹത്തിനെ ഈ ഈ പറയുന്നത് പോലെ കോമാളിയാക്കുന്നു. പണ്ട് ഈ ഓർമ്മയുണ്ടാവും, ഈ പറയുന്ന നീതുവിനൊക്കെ ഓർമ്മയുണ്ട്. ഇദ്ദേഹം പണ്ട് മനോരമ എന്നും കോൺഗ്രസിന്റെ ഒരു 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 പ്രൊമോഷൻ, കോൺഗ്രസ് പത്രം എന്ന് അതിനെ പറയാമല്ലോ, കോൺഗ്രസിന്റെ ഒരു പ്രൊമോട്ടർ ആയിരുന്നല്ലോ. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് കൊണ്ട് പിന്നെ അവർ ഈ കച്ചവടമാണ് പ്രധാനത്വമുണ്ട്, കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്നവർ. അപ്പം ആ വളരെ പുറകോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ പ്രതാപകാലമാണ്. ഒരുപക്ഷെ നരസിംഹറാവു അല്ല, നരസിംഹറാവുവിന്റെ കാലമാണ്. എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ട് എനിക്കറിയാം കായംകുളത്ത് വന്നിട്ടിറങ്ങിയിട്ട് പുള്ളി ഇവിടുന്ന് ഒരു വണ്ടിയിൽ ഇങ്ങോട്ട് കായംകുളത്തു നിന്നാണ് ഇദ്ദേഹം വരുന്നത്. വണ്ടി വന്നുകൊണ്ടിരിക്കുക വരുന്നത്. അപ്പൊ അന്നേരം ഈ വരുന്ന വഴിക്ക് പുള്ളി എന്നും വിവാദമാണ്. ഓടി ഒരു ചായക്കട കയറി ഒരു ബോണ്ട എടുത്തോണ്ട് ഒറ്റ ഓട്ടം. അപ്പൊ പിറ്റേന്ന് രാഹുൽ ഗാന്ധി ബോണ്ട എടുത്തു, സാധാരണക്കാരന്റെ ബോണ്ട എടുത്തോണ്ട് ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പേജ് വാർത്ത. അതിനുശേഷം ഇയാൾ ഇവിടെ വന്ന് കൊല്ലത്ത് വന്ന് കടലിച്ചാടി. ഇപ്പം അന്ന് ഈ ബോണ്ട എടുത്തോണ്ട് പോയതൊക്കെ വലിയ ആശ്ചര്യത്തിൽ ഇങ്ങനെ വലിയ മനോരമയൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ പുറകിൽ ആരും ശ്രദ്ധിക്കാനില്ല. അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം പല ഗോഷ്ഠികളും കാണിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമൊന്നുമല്ല. അതുപോലെ ഇദ്ദേഹം ആദ്യമേ ലോകസഭയിൽ വരുമ്പോ ഇദ്ദേഹത്തിന്റെ തന്നെ മഹാമണ്ഡൻ പോയി അദ്ദേഹത്തിന്റെ അച്ഛന്റെ മണ്ഡലത്തിൽ, ഇവർക്ക് സ്ഥിരമായിട്ടുള്ള മണ്ഡലമുണ്ട്, ഇപ്പൊ പുള്ളി അവിടുന്ന് ജയിച്ചേക്കുന്നത്, ഓർമ്മയുണ്ടോ? അവിടെ ചെന്നിട്ട് പുല്ലുകൊണ്ടുള്ള വീടുണ്ട്, ഇതിനകത്ത് കറണ്ട് ഒന്നുമില്ല. ഏണ്ട ഇവ സ്വാതന്ത്ര്യാനന്തരം നിരന്തരമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം, കാരണം പ്രോപ്പർട്ടി പോലെ ലോകസഭാ മണ്ഡലം 1-2 ഉള്ളത്. അവിടെ ചെന്നിട്ട് ചോദിക്കും, അയ്യോ ഇത് ഇന്ത്യയിലാണോ ഈ വീട്, ഇവിടെ കറണ്ട് ഇല്ല. പിറ്റേന്ന് രാവിലെ വലിയ മനോരമയില്ല, രാഹുൽ ഗാന്ധി കറണ്ട് ഇല്ലാത്ത വീടും പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീടും ഇന്ത്യയിൽ കണ്ടെത്തി. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെയാ ഇവിടുത്തെ വാർത്ത. ഇപ്പം പക്ഷേ ഈ കടലിൽ ചാടുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഗോഷ്ഠികളും ഒക്കെ ഈ 2014 ശേഷം വളരെ കൃത്യമായിട്ട് കടലിൽ ചാടുന്നതിന്റെ വട്ടം കൊല്ലത്ത് വന്നപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. ബോട്ടേ പോകുന്നു, മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കടലിൽ ചാടും. കാരണം മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാരണം അവർ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് അത്രയ്ക്ക് വലിയൊരു ത്യാഗമാണ്. ആ ത്യാഗത്തിനകത്ത് ഞാനും പങ്കുചേരുന്നു. എന്തുവാ 16 ക്യാമറ വട്ടം ഫിറ്റ് ചെയ്തിട്ട് പുള്ളി ചാടുന്നത് കാണിച്ചോണ്ടിരിക്കുക. ഇത് ഇതിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഇപ്പൊ BJP-ക്കാരൻ ഇയാളുടെ ഈ ഗോഷ്ഠികളൊക്കെ അതിനപ്പുറത്ത് നിന്ന് വേറെ
10 മൊബൈലും കൊടുത്ത് 10 പിള്ളേരെ നിർത്തി യൂട്യൂബ് അത് അതിനകത്ത് വർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ട് ചാടിയതല്ല, ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ചതാണ്. 16 ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ ചാടിയതാണ്. അതുപോലെ ബോണ്ട എടുത്തോണ്ട് പഴയ പോലെ ഓടുന്ന കാര്യം, ഇതുപോലെ ബോണ്ട നേരത്തെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. SPG-ക്കാര് നേരത്തെ ആ കടയിൽ വന്നിട്ട് അവിടുത്തെ സുരക്ഷയെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എടുത്തോണ്ട് ഓടിയതല്ല. അപ്പൊ ഈ ബോണ്ട എടുപ്പും ഈ പറയുന്ന പോലെ കടലിച്ചാട്ടവും ഇതുപോലത്തുള്ള കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന വെളിയിലാകുന്നത് പോലെ അകത്തുമാകണ്ട. അദ്ദേഹം ലോക്സഭ കണ്ടിട്ട് കൂവാണ് കഴിഞ്ഞ പ്രാവശ്യം. അദ്ദേഹത്തിന് 100 സീറ്റ് കിട്ടിയപ്പോഴത്തേന് ഇദ്ദേഹത്തിന്റെ ശൈലി കണ്ടിട്ടുണ്ടോ നീതു? ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് പുറയിൽ ഒരു കൈയും ഒക്കെ കെട്ടി നമ്മുടെ ഈ ജിം ട്രെയിനർമാരൊക്കെ നടക്കുന്നവർ. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരനാ. നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടല്ലോ. ഒരു മുണ്ടും ഒക്കെ എടുത്ത് ഒരു ഷർട്ടും ഒക്കെ ഇട്ട്, കോൺഗ്രസ്സുകാരനാണെങ്കിൽ കളറായിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ. എന്നാലും ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ, രാഷ്ട്രീയക്കാരന് ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അത് ഇന്ത്യയിലുടനീളമുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇദ്ദേഹം ഒരു ഇവിടം വരെയുള്ള ഒരു കൈയില്ലാത്ത ടീഷർട്ട്, ഒരു സ്ലീവ്ലെസ്, നമ്മുടെ അമേരിക്കൻ കൊച്ചമ്മ വരുന്ന പോലുള്ള ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കൈയും ഒക്കെ പുറകെ കെട്ടി ഇങ്ങനെ തലയും ഒക്കെ ആട്ടി ഒരു ശൈലി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പുള്ളിക്ക് ഇതൊരു രസം. അവിടെ കയറി ഇന്നലെ ഇപ്പം BJP ഇത് ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്ക് പെങ്ങളെ കാണുമ്പോ അങ്ങ് സ്നേഹം വരുക. അപ്പൊ പല പൊതുയോഗങ്ങളിലും പെങ്ങളെ കാണുമ്പോ കെട്ടിപ്പിടിക്കുന്ന സ്നേഹം വരുന്നത് ആരെ കാണിക്കുക? സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം, പെങ്ങളെ സ്നേഹിക്കണം, എല്ലാരെയും സ്നേഹിക്കണം. ആകെ നല്ല. ഇന്നലെ പാർലമെന്റിൽ വെച്ച് പെങ്ങളെ കയ്യെ പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ എന്നൊക്കെ ചെയ്തു. അപ്പൊ ഇത് പാർലമെന്റിൽ ആരെ കാണിക്കാനാ? എവിടെല്ലാം സ്ഥലമുണ്ട്. 1,00,000 സ്ക്വയർ ഫീറ്റ് സോണിയാഗാന്ധി താമസിക്കുന്ന വീടെന്ന് പറയുന്നത്. കാരണം പ്രധാനമന്ത്രി താമസിക്കുന്നതിനെക്കാട്ടി വലിയ വീടാണ്. അവരെ ഈ രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഒക്കെ ഉള്ളവർ മാന്യത വെച്ച് അവിടെ നിന്ന് ഇറക്കാത്ത. കാരണം അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോ കൊടുത്ത വീട് ഇതുവരെ അത് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. അതിനകത്ത് പള്ളി വരെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ എന്തും വേണ്ടി സ്ഥലം കിടക്കുന്നു? ഇയാൾക്ക് എവിടെല്ലാം സ്ഥലം കിടക്കുന്നു? വീട്ടിൽ സ്ഥലം കിടക്കുന്നു. ഈ പെങ്ങളെ പെങ്ങളെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞില്ല, തെറ്റുവാന്ന് ഞാൻ പറയുന്നില്ല. ആ പെങ്ങൾക്ക് ഉമ്മ കൊടുക്കേണ്ട പാർലമെന്റ് വെച്ചാണ്. ഇത് എന്തെല്ലാം വലിയ സംവിധാനങ്ങൾ ഈ രാജ്യത്തിന്റെ, എന്തെല്ലാം വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ ഉപദേശകനായിട്ട് ഇപ്പൊ ആദ്യം നിൽക്കുന്ന ആള് ഇന്നലെ KC വേണു 70 MP-മാരുടെ ഒരു ഇതൊക്കെ ആയിട്ട് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഓം ബിർള എടുത്ത് പറഞ്ഞു. ഓം ബിർള പറഞ്ഞു ഓടയില്ല പാർട്ടി, വേറെ സമയം മെനക്കെടുത്താന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ഇപ്പം ഈ പറയുന്നത് പോലെ ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മൾ പലത് പറയുമ്പോഴും വളരെ കൂടുതൽ സമയം ഇദ്ദേഹം പറഞ്ഞു, ഓം ബിർള പറഞ്ഞതുപോലെ ഭരണത്തിൽ ഇരുന്നതാണ്. നെഹ്റു ഉൾപ്പെടെ ഇങ്ങോട്ട്. നെഹ്റുവിനൊക്കെ നമുക്ക് വളരെ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും, ഒരുപക്ഷെ രാജീവ് ഗാന്ധി, അതിനുശേഷം മൻമോഹൻ സിംഗും ഈ പറയുന്ന രൺസുറാവും ഒക്കെ ഇതിന്റെ പക്വതയും പാകതയും കാണിച്ചിട്ടുണ്ട്. വളരെ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും. അതുകൊണ്ട് നെഹ്റു ഒക്കെ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന AKG ഒക്കെ പ്രസംഗിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ആ പ്രസംഗം കഴിഞ്ഞേ പോകത്തുള്ളൂ. അതാണ് പ്രതിപക്ഷ നേതാക്കന്മാര് അവരുടെ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നതിന് മാത്രമല്ല, അവരുടെ പ്രസംഗത്തിനകത്തുനിന്ന് പുള്ളിക്ക് ഗ്രഹിക്കാൻ കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ ഗ്രഹിച്ചു പോകുന്ന അത്തരത്തിൽ സഭയെ അത്ര ആദരവോടുകൂടി കാണുന്ന, ഓരോ അംഗത്തിനും അത്രയും പവിത്രമായിട്ട് കാണുന്ന, വലിയ വലിപ്പത്തിൽ കാണും. ഇദ്ദേഹം എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് അവിടെ നിന്ന് കൂവുക, അതിന് മറുപടി പറയുന്നേരം പുള്ളി അറിഞ്ഞ് ഒറ്റ പോക്കുക. ആരെങ്കിലും പറയുക നമ്മുടെ ഭരണഘടന കുഴപ്പം, ഭരണഘടന ചർച്ച ചെയ്യണം, അന്നേരം പുള്ളി വന്നിരുന്ന് പറയാ ഭരണഘടന ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്തിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങളും പുള്ളിയുടെ അച്ഛൻ ചെയ്ത കാര്യവും, അല്ലെങ്കിൽ വല്യമ്മ ചെയ്ത കാര്യവും വല്യമ്മയുടെ അച്ഛൻ ചെയ്ത കാര്യമെല്ലാം അവര് വ്യക്തമാക്കുക. കാരണം ഇത് വളരെ കൃത്യമായിട്ട് പണ്ട് ഒരു രാജാവിനെ, ഈ മണ്ടനായിട്ടുള്ള രാജാവിനെ മുണ്ടുടിപ്പിച്ചൊരു കഥയുണ്ട്. ഈ മണ്ടനായിട്ടുള്ള രാജാവ് പുള്ളിയെ എല്ലാരും വിട്ടിയാക്കുക, മന്ത്രിസഭയുള്ളവരെല്ലാം. കാരണം പുള്ളി ഒരു വിട്ടി കുഷ്മാണ്ട, ബുദ്ധിയൊന്നുമില്ല. അപ്പൊ പുള്ളിയെ നിരന്തരമായിട്ട് പൊക്കി ഈ രാജഗുരുവും അല്ലെങ്കിൽ മന്ത്രിമാരും മറ്റവരും മറിച്ചവരും എല്ലാം ആസ്വദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഒരു ദിവസം ഇവർ വിചാരിച്ച് ഇന്ന് ഈ രാജാവിനെ നമുക്ക് ഒന്നുകൂടെ എന്നും പറ്റിച്ച് അവർ ചിരിക്കാറുണ്ട്, ഇന്ന് രാജാവിനെ ഒന്ന് പറ്റിക്കണം എന്ന് പറഞ്ഞു രാജാവെ കോടിക്കണക്കിന് രൂപയുടെ ലോകത്താർക്കും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു വസ്ത്രം രാജാവിന്, അല്ലെങ്കിൽ ഉടുപ്പും, അന്നത്തെ വസ്ത്രമല്ല, ഉടുപ്പൊന്നുമല്ല, രാജാവ് ഇടുന്ന വസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അങ്ങ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഈ രാജാവിനെ സദസ്സിൽ വെച്ചിട്ട് വളരെ മാന്യമായിട്ട് രാവിലെ കിരീടമൊക്കെ വെച്ച് ഉടുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ പൈജാമയൊക്കെ ഇട്ട് വന്ന ആളിനെ മൊത്തം അങ്ങ് ഊരിച്ചു വിവസ്ത്രനാക്കി അവിടെ നിർത്തി. എന്നിട്ട് പുതിയ ഉടുപ്പ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു എന്തൊരു നല്ല അടിപൊളി ഉടുപ്പാന്നറിയാം, എന്തോ ഇത് ലോകത്ത് ഇതാരും ഇട്ടില്ല, രാജാവിനെ കാണാൻ ഇപ്പൊ രാജാവ് മുഴുവൻ കാളയായിട്ട് നിൽക്കുക. അന്നേരം അടുത്ത് നിന്നൊരു പയ്യൻ പറഞ്ഞു അയ്യോ രാജാവ് മുഴുവൻ കാളയാണ് എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഈ മനുഷ്യന് വളരെ കൃത്യമായിട്ട് ആരാണ്ട് കൂടെ നിന്ന് കോമളയാക്കുന്നത്. കാരണം അവർക്കൊന്നും യാതൊരു അവസരവും ഇല്ലല്ലോ. കാരണം ഇദ്ദേഹം ഇരിക്കുന്നിടത്തോളം, ഇദ്ദേഹം കുടുംബം ഇരിക്കുന്നിടത്തോളം കാലം പ്രധാനമന്ത്രി പദം അവർക്ക്, അല്ലെങ്കിൽ അമ്മ MP,
പെങ്ങൾ MP, ഇനി പെങ്ങളുടെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ച് ഔദ്യോഗികമായിട്ടല്ല ബ്ലിക്സ് പറയുന്നത്, ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്, പിന്നെ ഒരു കാമുകി ഉണ്ടെന്നൊക്കെ ബ്ലിക്സ് ബംഗ്ലാദേശ് പത്രം പറഞ്ഞിട്ടുണ്ടാവും. പുള്ളിയെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പം നമുക്ക് അറിയുന്നത് പോലെ കുഞ്ഞുങ്ങളെല്ലാം കല്യാണം കഴിച്ചിട്ടില്ല, അനൗദ്യോഗികമായിട്ടുണ്ടായിരിക്കും. അതൊക്കെ പുള്ളിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം. അപ്പൊ പെങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവനെ കൊണ്ട് ഇത് കഴിഞ്ഞാല് പെങ്ങളാണോ ഭർത്താവാണോ ഇനി ഈ പറയുന്ന പോലെ വയനാട്ടിൽ മത്സരിക്കുന്ന തരത്തിൽ അപ്പൊ അവിടെ വീണ്ടും ഇപ്പൊ തന്നെ 3 പേര് അതിനകത്തിരിക്കുകയാണ്. ആണ്. അപ്പൊ ഇത് കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ട്, ഈ കുടുംബം മുടിയാതെ ഞങ്ങൾക്കാർക്കും ഇതിനകത്ത് രക്ഷപ്പെടാനൊക്കത്തില്ല. ഈ കുടുംബം തീരുമ്പോഴത്തേന് കോൺഗ്രസ് ഏതാണ്ട് തീരും. അപ്പൊ ഇതിന് വൈരാഗ്യം തീർക്കുക, കൂടെ നിന്നുകൊണ്ട് വൈരാഗ്യം തീർക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തെ ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്ന KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഇന്നലെ വടിയെടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. 70 MP കൊണ്ട് ഇന്നലെ പോയി ഓം ബിർള അടുത്ത് ചോദിച്ചു. ഓം ബിർള പറഞ്ഞു, വല്ല പണി നോക്കായിട്ട് മര്യാദയ്ക്ക് ലോക്സഭയിൽ ഇരിക്കാൻ പറ, ആ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും അതിൻ്റെതായ പൗത്രതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അത്തരത്തിൽ വലിപ്പത്തിലുള്ള ആൾക്കാരാണ്. ആ വലിപ്പത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ പഠിപ്പിച്ചു കൊടുത്തിട്ട് വിടും. ഇപ്പൊ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന KC വേണുഗോപാലുണ്ട്. അത് KC വേണുഗോപാൽ ഏറ്റെടുക്കുക. പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ എന്ത് ചെയ്യണം, വെളിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ലോകസഭയിൽ എന്ത് ചെയ്യാൻ സാധിക്കും. അല്ലാതെ കൊച്ചുങ്ങളെ കളിപ്പിക്കാനും പെങ്ങൾക്കുടെ ഉമ്മ കൊടുക്കാനും ഉള്ള സ്ഥലമല്ല ലോകസഭ. ഏതായാലും ഇന്നലെ ഓം ബിർള പറയേണ്ടി വന്നു, പലവട്ടം പറഞ്ഞത് ഇന്നലെ അതിനുവേണ്ടി സമയമെടുത്ത് പറയേണ്ടി വന്നു. ഇനിയെങ്കിലും ശരിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.